നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലെ ഏറ്റവും തിരക്ക് പിടിച്ച റെയിൽവേ ക്രോസിങ്ങിലൊന്നായ വാണിയമ്പലത്താണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഗേറ്റ് അളവിലാണ്. നമ്മൾ പല തവണ യാത്രയിൽ ഗേറ്റ് അളവിൽ കുടുങ്ങുന്ന ഒരു സ്ഥലമാണ് കേട്ടോ വാണിയമ്പലം. നമ്മൾ റൂട്ട് ഇതായതുകൊണ്ട് നമ്മൾ പോകുന്ന പല സമയത്ത് നമ്മൾ അവിടെ ഗേറ്റ് അളവിൽ കുടുങ്ങാറുണ്ട്. ഇന്ന് നമ്മൾ ഗേറ്റ് അളവിൽ കുടുങ്ങിയിട്ടുള്ളത് 3:15 ട്രെയിനിനാണ്. ഈ ഒരു സമയത്ത് നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും 2 വണ്ടികൾ ഓടുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ രാവിലെ 11 മണിക്ക് 11:15 ആ ഒരു സമയത്തും ഇതുപോലെ ഒരു 2 ട്രെയിനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സമയമുണ്ട്. നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഗേറ്റ് അടവിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 3:15 അവിടെ 3:20 ഗേറ്റിൻ്റെ സമയം. 3:15 വണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ ഇന്ന് വാണിയമ്പലത്തുള്ളത്. ഇവിടെ വരുമ്പോൾ ഒരുപാട് സമയത്ത് നമ്മൾ പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. കാരണം എന്താ വെച്ചാൽ തിരക്ക് പിടിച്ച വാഹനങ്ങൾ ഒന്നായിട്ട് വണ്ടികൾ 2 ഭാഗത്തു നിന്ന് വന്നിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് അവിടെ പോലീസുകാരുണ്ട്, ചില സമയത്ത് അവിടെ പോലീസുകാരുണ്ടാവില്ല. അങ്ങനത്തെ സമയത്ത് നമ്മൾ വാഹനങ്ങൾ എല്ലാവരും, ഞാൻ ഉൾപ്പെടെ വാഹനം ഓടിച്ച് ബൈക്കൊക്കെ ഓടിച്ച് പോകുന്ന ആളുകൾ നേരെ ചെന്നിട്ട് എന്ത് ചെയ്യും, റെയിൽവേൻ്റെ അതായത് ഗേറ്റിനൊപ്പം ചാരി റോഡ് ഫുള്ളായിട്ട് നിരത്തി നിർത്തും ബൈക്കുകൾ. 2 സൈഡിലും ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണത്. അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ പലതവണ കണ്ടതാണ്, അവിടെ വരാറുണ്ട്. ആ ഒരു സമയത്ത് നല്ലോണം ബുദ്ധിമുട്ടും. പോലീസുകാർ അവിടെ ഉണ്ടാകുന്ന സമയത്ത് പിന്നെ അവർ അനുമതി കൊടുക്കില്ല. കാരണം ഒരു സൈഡ് മാത്രം വണ്ടി നിർത്താനുള്ള പെർമിഷൻ കൊടുക്കും. അങ്ങനത്തെ ഒരു സമയത്ത് 2 ഭാഗത്തു നിന്നും പെട്ടെന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ, ആംബുലൻസൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്ത് പോകാൻ സുഖമാണ്. പക്ഷെ എന്നാലും പോലീസുകാരുടെ കൺമുന്നിൽ നിന്ന് കാണുന്ന ഇതിൻ്റെ ബാക്കിൽ വീണ്ടും ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കും. പിന്നെ അവിടെ മെയിനായിട്ടുള്ളത് 2 റോഡുകളുണ്ട്. അതായത് ഒന്ന് താളിയംകുണ്ട് റോഡ്, ഒന്ന് അമരമ്പലം റോഡ്. ഈ 2 റോഡുമൊന്നും വരുന്ന വാഹനങ്ങളും ആയിട്ട് 2 സൈഡും വല്ലാത്ത തരത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു റെയിൽവേ ക്രോസിംഗ് ആണ് വാണിയമ്പലം. ഒരുപാട് ആളുകളെ ആംബുലൻസിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കൊണ്ടുപോകേണ്ട ഒരു ഗതികേട് അവിടെ വന്നിട്ടുണ്ട്. കാരണം ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ അത് ലോക്കായി. പിന്നെ അത് ആംബുലൻസ് വന്ന് എത്ര ക്രിറ്റിക്കലാണെങ്കിലും ഇനി സമയം ഉണ്ടെങ്കിലും അത് തുറക്കാൻ പറ്റില്ല. കാരണം ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിൻ പോയി കഴിയാതെ അതിൻ്റെ ലോക്ക് തുറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. ഏതായാലും ഈ അടുത്ത് ഒരു രാവിലെ തന്നെ അതേമാതിരി ഒരു ഗേറ്റ് അളവിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു ആംബുലൻസ് അവിടുന്ന് തിരിച്ചിട്ട് പെട്ടെന്ന് പോകുന്നത് കണ്ടു. ആ ഒരു രോഗിനെ VNB ഹോസ്പിറ്റലിൽ കാണിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം മരിക്കുകയും ചെയ്തു. ഏതായാലും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ പോകാനുള്ളത് അമരമ്പലം റൂട്ടിന് പോയിട്ട് പിന്നെ വണ്ടൂരിലേക്ക് ചാടാനാണ്. ആ റോഡും തന്നെ വളരെ മോശമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ റെയിൽവേ ക്രോസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരു സംവിധാനം വാണിയമ്പലത്ത് ഭാഗത്തില്ലാത്തത് കൊണ്ട് ഇതുപോലെ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ക്രിറ്റിക്കലായിട്ട് അർജൻറ്റായിട്ട് പോകുന്ന കേസുകളൊക്കെ പെട്ടെന്ന് എത്താതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം വാണിയമ്പലത്തുണ്ട്. മേൽപ്പാലം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് എത്രത്തോളം വൈകുമെന്നൊന്നും അറിയില്ല. ഏതായാലും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വാണിയമ്പലം റെയിൽവേ ക്രോസിങ്ങിൽ കാളികാവ്, പൂങ്ങോട്, കൂരാട്, അമരമ്പലം തുടങ്ങിയ ഭാഗങ്ങളിൽ ഒരുപാട് ഉൾപ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ റൂട്ടായതുകൊണ്ട് ദിനം പ്രതി ഒരുപാട് യാത്രക്കാർ സഞ്ചരിക്കുന്ന ഒരു മെയിൻ റോഡാണ് വാണിയമ്പലം വണ്ടൂർ റോഡ്. ഈ റോഡിൽ ഇത്രത്തോളം തിരക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിന് ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് അതിന് ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ അധികാരികളത് ചെയ്തിട്ട് ഈ ജനങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടിനൊരു പരിഹാരം നേടിത്തരാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ വേണ്ടി ചെയ്തതല്ല. കാരണം നമ്മൾ പലതവണ ഈ ഒരു റൂട്ടിൽ ഓടുമ്പോൾ നമ്മൾ ഗേറ്റ് അടവിൽ കുടുങ്ങുമ്പോൾ ഒരുപാട് സമയങ്ങൾ, ചില സമയത്ത് നമുക്ക് അത്യാവശ്യമായിട്ട് തിരക്കുണ്ടാവും, ചില സമയത്ത് നമുക്ക് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പലതവണ കുടുങ്ങിയത് കൊണ്ട് എനിക്ക് അന്ന് തോന്നിയതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. എനിക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയാണെന്ന് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക.